ശ്രീ വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിൽ നടത്തിയ പരിപാടികളുടെ വിശദാംശങ്ങൾ തേടി ഹൈക്കോടതി. കോടതി അലക്ഷ്യത്തിന് ചൂണ്ടിക്കാട്ടി നൽകിയ ഹർജിയെ തുടർന്നാണ് നടപടി. പൊതുപ്രവർത്തകനായ അയ്യന്തോൾ സ്വദേശി സുമോദാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. അനധികൃതമായും ചട്ടങ്ങൾ ലംഘിച്ചും മൈതാനം വിവിധ പരിപാടികൾക്ക് നൽകുന്നു എന്നായിരുന്നു ആരോപണം. വടക്കുംനാഥ ക്ഷേത്ര മൈതാനത്ത് ഒരു പൊതുപരിപാടികളും നടത്തരുതെന്ന് പറഞ്ഞിട്ട് കോടതി ഓർഡറുള്ളതാണ്. അതിനുശേഷം വടക്കുംനാഥ ദേവസ്വം മാനേജരും അവിടുത്തെ ബോർഡുമായിട്ടുള്ള ബന്ധപ്പെട്ട് പലവരും അവിടെ ഒരുപാട് പൊതുപരിപാടികൾക്ക് അവിടെ അനുമതി കൊടുക്കുന്നുണ്ട്. അതിനെതിരായിട്ട് കോടതി ലക്ഷ്യത്തിന് ഞാൻ കേസ് കൊടുക്കുകയുണ്ടായി. അത് 2 ദിവസം മുമ്പാട് ഒരു ഓർഡർ വന്നിട്ടുണ്ട്. അതായത് ഇതുവരെ കഴിഞ്ഞ മാർച്ച് മാസം കഴിഞ്ഞ തൊട്ട് ഇതുവരെ ഇന്നലെ വരെയുള്ള എല്ലാ പൊതുപരിപാടികളുടെയും ഡീറ്റെയിൽസ് എന്തെല്ലാം പൊതുപരിപാടികൾ കൊടുത്തു അതിൻ്റെ റേറ്റ് കാര്യങ്ങളും ഹൈക്കോടതിയിൽ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മൈതാനത്ത് പാർക്കിങ്ങിന് അനധികൃതമായ പിരിവ് നടത്തുന്നതായും സുമോദ് ആരോപിച്ചു. വിഷയം ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിക്കുമെന്നും സുമോദ് പറഞ്ഞു. വടക്കുംനാഥ ക്ഷേത്ര മൈതാനത്ത് കോടതി ഉത്തരവുള്ളതാണ്. അവിടെ തൊഴാൻ വരുന്നവരായാലും പൊതുജനങ്ങളുടെ കയ്യിൽ വരികയാണെങ്കിലും ഈ വാഹനങ്ങൾ 4 വീലർ ആയാലും 2 വീലർ ആയാലും പൈസ പിരിക്കാൻ പാടില്ല. ഈ ഫീസിൻ്റെ പേരും പറഞ്ഞിട്ട് അനധികൃതമായ റെസീറ്റ് അടിച്ചിട്ട് ഒരുപാട് കാലങ്ങളായിട്ട് ഈ കോടതി ഓർഡർ നിലനിൽക്കെ തന്നെ അനധികൃതമായിട്ട് അവിടെ വരുന്ന ഭക്തജനങ്ങളായാലും പൊതുജനങ്ങളായാലും കണ്ടമാനം പൈസ 50 രൂപ വെച്ചായിട്ട് ഒരു വണ്ടിയിൽ നിന്ന് പിരിക്കുന്നുണ്ട്. ഒരുപാട് പൈസയാണ് ഒരു ദിവസം അവർക്ക് വരുമാനം കിട്ടുന്നത്. ഇത് ദേവസ്വം ബോർഡിലേക്ക് പകുതിയത്തോളം കിട്ടണമല്ലോ. ബാക്കി അവർക്ക് അവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ മാനേജറടക്കം കൂട്ടി നിന്നിട്ട് ഈ തോന്നിവാസത്തിനും മാനേജറടക്കം കൂട്ടി നിന്നിട്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇതിന് ശക്തമായിട്ട് കോടതിയിൽ പോകാനുള്ള തീരുമാനത്തിലാണ് ഭക്തജനങ്ങളും പൊതുപ്രവർത്തകരും എല്ലാവരും കൂടിയിട്ട്.